ഒരു വണ്ടിക്ക് എങ്ങനെ പോയാലും ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ ഒരു 50,000 രൂപയാണ്. ഈ 50,000 രൂപ അടുത്ത ടെസ്റ്റ് ആയാൽ പോലും പലിശ പോലും കൊടുത്തേ തീരില്ല. ടാക്സ് വണ്ടിയിൽ നിന്ന് നമ്മൾ എല്ലാവരും നിന്ന് ടാക്സ് മേടിക്കുന്നുണ്ട്. ഏത് റോഡാണ് നമുക്കിപ്പോൾ നേരെയായി കിടക്കുന്ന ഈ ഹൈവേ റോഡ് വലിയ കുഴപ്പമില്ല, ഈ റോഡൊക്കെ വലിയ കുഴപ്പമില്ലാതെ കിടക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഇട റോഡുകളിൽ പോയാൽ ഞങ്ങൾ 2 ദിവസം വണ്ടി ഓടുമ്പോൾ വണ്ടിയുടെ പിന്നും പുഷും പോകും. അത് നന്നാക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 10, 2,500, 3,000 രൂപയാവും. അത് ഒന്ന് ആലോചിച്ച് നോക്കണം. അത് ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങളൊരു 3 ആഴ്ച 1 മാസം വണ്ടി ഓടിയാൽ പോലും മിച്ചം പിടിക്കാൻ പറ്റത്തില്ല. അത് ഓട്ടോക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലംസേ ഉള്ളൂ. വണ്ടിയുടെ മെയിൻ്റെനൻസ് ഇനി എനിക്ക് തോന്നുന്നു, എന്നെ സംബന്ധിച്ചുള്ള ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു, ഓട്ടോ എല്ലാം മിക്കവാറും ഈ ഒരു കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ ടൈറ്റ് ഓട്ടോ എല്ലാവരും നിർത്തലാക്കും. കാരണം പൈസ ഉള്ളവർ മാത്രമേ വണ്ടി ഓടുള്ളൂ. കാരണം പൈസ ഇല്ലാത്ത സാധാരണക്കാരന് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല ഈ ഓട്ടോ എന്ന് പറയുന്നത്. ഗവൺമെൻറ് അവർക്ക് എന്തോ അറിയാം, അവർ അവിടെ ഇരുന്നും കൊണ്ട് അവരവരുടെ ഇഷ്ടത്തിന് ഓരോ റൂൾസ് എടുത്തിടുന്നു. പിന്നെ അവരുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ മാത്രം അവർക്ക് നഷ്ടമെന്ന് കണ്ട് അവരതിൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ട് അവർ വേറെ ട്രൈ ചെയ്യും. ബസ് ഇറക്കി 10 രൂപയെന്ന് പറഞ്ഞ് ഇറക്കി, കുറേ ആൾക്കാർ അതിലോട്ട് കൂടുതൽ ആകർഷണം കൊടുത്തിട്ട് അവരെന്ത് ചെയ്തു, ഒറ്റയടിക്ക് അത് കൂട്ടി. അപ്പോൾ അവർ ഓക്കെ. ഇപ്പം നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഓട്ടങ്ങളാണ് ആ ബസ്സിൽ. ഇപ്പോൾ ആൾക്കാർ സാധാരണക്കാരൻ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഓട്ടോയിൽ പോയി 30 രൂപ കൊടുക്കണം, അവർക്കത് 15 രൂപ പോകാൻ പറ്റണമെങ്കിൽ അത് അവർക്ക് നല്ലൊരു കാര്യമല്ലേ.